ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വൈ പെർസെപ്ഷൻ. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചിന്തയിൽ ഇരുന്നപ്പോഴാണ് പെട്ടെന്നൊരു തോട്ട് വന്നത്. എല്ലാവരും ഈ സെലിബ്രിറ്റികളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അന്ന് എന്തുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലൊരാളെ അല്ലെങ്കിൽ ഒരു കോമൺ മാനെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്തുകൂടാ? സ്വാഭാവികമായി ഈ സെലിബ്രിറ്റികൾക്ക് ഉണ്ടാകുന്നതിനെക്കാട്ടും വേറിട്ട അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തികളായിരിക്കുമല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ചൂസ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആദ്യം അച്ഛനാവുകയും കല്യാണം കഴിഞ്ഞാലാണല്ലോ ആദ്യം അച്ഛനാകുന്നത്. അപ്പോൾ ആദ്യം അത് തന്നെ പറയാം. ആദ്യം കല്യാണം കഴിയുകയും പിന്നെ ആദ്യമായി അച്ഛനാവുകയും ഇപ്പോൾ ഒരു കുഞ്ഞിനെ കളിപ്പിക്കുന്ന രസത്തിൽ അപ്പം തിന്നാൻ കൈകൊട്ട്, മാമൻ തിന്നാൻ കൈകൊട്ട്, അപ്പപ്പം തിന്നാൻ കൈകൊട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ എന്ന് തന്നെ പറയാം. ഞാനറിയാൻ തുടങ്ങിയത് തൊട്ട് സംഭവ വികാസങ്ങളുണ്ട്. അത് നിങ്ങളിൽ കൂടെ എത്തിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് മറ്റേ ആൽക്കഹോൾ ഈസ് ഡേഞ്ചറസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന പോലെ അവനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഭാര്യയും പിള്ളേരും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി പറയുന്ന കാര്യങ്ങളിൽ, അനുഭവങ്ങളിൽ കുറച്ചൊക്കെ വെട്ടിച്ചുരുക്കി പറയുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിന്, ദാമ്പത്യ ജീവിതത്തിന് കുറച്ചുകൂടെയും നല്ലതായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ആ വ്യക്തിയിലേക്ക് നമുക്ക് കിടക്കാം. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒരു ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഞങ്ങൾ ഈ ഒരു ആശയത്തിലേക്ക് വന്നത്. ആ ക്ലബിൻ്റെ തന്നെ ഏറ്റവും നെടുന്നൂനായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നിന്നെക്കുറിച്ച് തന്നെ പറഞ്ഞു. ഞാനായിട്ട് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞില്ലേ. നിന്റെ പേര് നാട്ടുകാർക്കൊക്കെ അറിയാൻ കൊതിയും തെറ്റിരിക്കും. ഞാൻ അമൽ ബിജു. നമ്മളിവിടെ ഈ കൊച്ചുനാട്ടിൽ വർഷങ്ങളായിട്ട് ജീവിച്ചു വന്നവരാണ്. ഇന്നൊരു സാധാരണക്കാരാണ്. അപ്പോൾ ഞാനിവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കുഞ്ഞു നാട്ടിൻപുറത്ത് ഇപ്പോൾ വന്നപ്പം കുറേ ഇന്നോവേഷനൊക്കെ വന്നപ്പോൾ ഇങ്ങനൊരു ക്ലബ്ബൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സമയത്ത് കുറേ സഫർ ചെയ്തു. അപ്പോൾ ഇത് നമ്മളാ പറ്റുന്ന രീതി താങ്ങി നടത്തി ഇത്തവായി നമ്മൾ കുറച്ച് നമ്മുടേതായ ഒരു കുഞ്ഞു സർക്കിളിലെ ആൾക്കാരുമൊക്കെ കൂടി ഇവിടെ സാധാരണമായിട്ട് ജീവിക്കുന്നു, നല്ല രീതിയിൽ പോകുന്നവരാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി കാണും, ഈ നാട്ടിൽ വളർന്ന് വർഷങ്ങളായെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് അനുഭവങ്ങൾ കാണുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇപ്പം അമലെ ഇപ്പം കുട്ടിക്കാലം, അതിൽ ജനിച്ചു വളർന്ന എന്താണെന്ന് അന്ന് തൊട്ട് ഓർമ്മ കാണത്തില്ല. നിനക്കൊരു ചിന്തിക്കാനൊരു ടൈം ആയതുകൊണ്ട് ഒരു വയസ്സ് തൊട്ടുള്ള കാര്യങ്ങൾ ചിലർക്ക് ഓർമ്മ കാണും. നിന്നെ സംബന്ധിച്ച് എത്ര വയസ്സ് തൊട്ട് ഇപ്പോൾ നീ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് നിനക്ക് വളരെ പ്രഷ്യസ് ആയി തോന്നുന്നത്? ഇപ്പോൾ ഒരു അച്ഛൻ്റെ സ്ഥാനമുണ്ട്, അതും ഓക്കെ, അതവിടെ മാറ്റി വെക്കുക. അതേസമയം നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് ജീവിതത്തിൽ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ട് നിനക്ക് തോന്നുന്നത് എന്താ നിന്റെ ജീവിതത്തിൽ? ഗോൾഡൻ ചാൻസ് എന്ന് ഉദ്ദേശിച്ചത് പറഞ്ഞാൽ നിനക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം. ഈ മറക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ മെയ് മാസത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ഈ പറയുന്ന സമയം ഭയങ്കരമാണ്. നമ്മുടെ ഉള്ളത് കരുതുന്ന വെക്കേഷൻ ടൈമുകൾ ഏറ്റവും ആസ്വദിച്ച് അതിൻ്റെ ഈ പറയുന്ന ഈ മാസം കഴിയുമ്പോൾ നമ്മൾ സ്കൂളിലോട്ട് പോകുന്നതിന് മുന്നേ നിൽക്കുന്ന ഈ ടൈമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെക്കേഷൻ ടൈം എല്ലാം തീരുന്നു. അതായത് നമ്മുടെ ചെറുപ്പകാലത്ത് കുറേ കമ്പനിക്കാർ ഇപ്പോൾ ഈ സമയത്ത് മഴ തുടങ്ങി. അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ നമ്മൾ വിട്ട് പിന്നെ സ്കൂളിലോട്ട് പോകാൻ ഇരിക്കുന്ന ആ ഒരു ടൈമാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മുടെ വെക്കേഷൻ തീരാൻ പോകുന്നതിന് നമുക്കൊരു വിഷമം ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു സമയം, ആ പണ്ടത്തെ കാലഘട്ടം, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിള്, ക്രിക്കറ്റ് കളിക്കുന്ന ഗ്യാങ്, അവരെല്ലാം നഷ്ടപ്പെടുത്തി നാളെ തൊട്ട് പിന്നെ റൊട്ടീനായിട്ടുള്ള ഈ സ്കൂൾ ജീവിതത്തിൽ പോകുക എന്ന് ഓർക്കുന്നൊരു വിഷമിച്ചിരിക്കുന്ന സമയമാണ് നിലവിൽ ഞാനീ പറയുന്നത് ഇപ്പോൾ ഓർക്കുന്നൊരു സമയം ഈ സമയം. അതുപോലെ തന്നെ കുറേ എന്നാ പറയുന്നത്, നമ്മളിപ്പം പണ്ടത്തെ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഫോണില്ലാത്ത ഇന്നോവേഷൻ കാലത്ത് ഈ പറഞ്ഞ സർക്കിള് ഒരു മാവിൻ ചൂട്ടിൽ മാങ്ങാടെ പറിക്കുന്ന ഈ മാങ്ങ പറിക്കുന്ന ആ സമയത്തുള്ള കാലഘട്ടം, ക്രിക്കറ്റ് കളിക്കുന്ന ഗ്യാങ്, അതുപോലെ തന്നെ തോട്ടിലായിട്ട് ബന്ധപ്പെട്ട മീൻപിടുത്തം, അങ്ങനെ കുറേ കഷ്ടങ്ങളുണ്ട് നമ്മുടെ ഈ ചെറുപ്പത്തിൽ. ഇപ്പം പക്ഷെ അങ്ങനെ സംഭവമൊന്നുമില്ല. അതൊക്കെ നഷ്ടപ്പെട്ട് ഓർക്കുമ്പോൾ ഒരു സൈഡിൽ ഭയങ്കര ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ചില ആൾക്കാരുടെ മുഖങ്ങൾ. അപ്പം നമ്മൾ വളർന്നു വന്നു കഴിയുമ്പം ആൾക്കാർ പലരും അവരുടേതായ ജീവിതത്തിലെ തിരക്കുകളിലോട്ടോ, പിന്നെ കുറേ പേര് മരിച്ചുപോയി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു നഷ്ടപ്പെട്ട കാലം, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ സമയം നഷ്ടപ്പെട്ടായിട്ട് എനിക്ക് തോന്നുന്നു. വെക്കേഷൻ നമുക്ക് അന്ന് പിന്നെ ആ വെക്കേഷനിൽ തന്നെ ഫോക്കസ് ചെയ്യാം. ഇപ്പം പറഞ്ഞു പോയപ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ് തോട്. ഈ രണ്ടാം തോട് നിങ്ങളുടെ സ്ഥലത്തെ സംബന്ധിച്ച് അതിനെ ഒരു ഭംഗിയാക്കിയിരുന്ന ഒരു സംഭവമാണ്. എനിക്ക് ആ തോട്ടിൽ വേറെ കുറേ ഓർമ്മകളുണ്ട്. അത് ഞാൻ ഇപ്പം അതല്ലേ പറഞ്ഞ തോടിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറച്ച് മാറി അവിടെ തൊട്ട് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ കിണറ്റിൽ നിന്നാണ് നമ്മൾ രാത്രിയാകുമ്പോൾ ഒരു 9 മണിയാകുമ്പോൾ ഈ കിണറ്റിൽ നിന്ന് നമ്മൾ ഈ തൊട്ടിക്കകത്ത് വെള്ളം കോരിയിട്ട് തലയിൽ കൂടെ ഒഴുക്കി കിട്ടുന്ന സുഖവും, ആ ഒരു സുഖവും ഈ തോട്ടിൽ മുങ്ങിക്കിടന്ന് ഇച്ചിരി പോകുന്ന വെള്ളത്തിൽ ഈ അവിടെ
കുളിക്കുന്ന ഒരു സുഖമില്ലായിരുന്നു. അതിലുപരി എന്ന് അറിയോ, നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വെക്കേഷൻ ടൈമിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കളിച്ച് മറിഞ്ഞ് നമ്മൾ വൈകിട്ട് ഗ്യാങ് എല്ലാം കൂടി തോത്തിരിക്കുക. ആ കുളി ചുമ്മാ കുറേ കഥയും പറഞ്ഞ് വെള്ളത്തിൽ ചാട്ടം നടന്ന് ഇരിക്കും. അത് വേറെ ഒന്നുമില്ല. അതിനിടയ്ക്ക് മുങ്ങി കുളിച്ച് വീട്ടിൽ വന്ന് നമ്മൾ നല്ലപോലെ വിഷി തലയും തണുത്ത് നല്ല ദേഹം കടിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങുമ്പോൾ അത് വേറൊരു ഫീലാണ്. അങ്ങനെ അതായത് ആ തോടുമായിട്ട് ബന്ധപ്പെട്ട ആ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഇല്ല. നിലവിലെ നമ്മളെ ആ ഒരു ഏരിയ മുഴുവൻ പാരി പോകുന്നില്ല. നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൻ്റെ തിരക്കുകൾ അതൊക്കെ ഭയങ്കര ഗോൾഡൻ മെമ്മറീസ്. ഞാനിപ്പോൾ ഓർക്കുന്നത് നമ്മുടെ ആ നട റോഡിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത്, ആ സമയം വഴി പോകുന്ന വണ്ടി വരെ തടഞ്ഞു നിർത്തി അവിടെ. അതിനകത്ത് വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് ഈ നടുറോഡിൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്, ഈ ഷട്ടിൽ കളിക്കുന്ന സമയത്തും ഒരിക്കലും ഇല്ലാത്ത വണ്ടി പോക്കായിരിക്കും ആ സമയത്ത്. അതൊരു ഹൈലൈറ്റ് ആണ്. അതൊരു അതിനകത്ത് എന്നെ അത്ഭുതം സൃഷ്ടിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ സ്റ്റമ്പ് വെച്ച് നമ്മളൊക്കെ സ്റ്റമ്പ് മടൽ വെച്ചായിരുന്നു ആദ്യം കളിച്ചോണ്ട് വരുന്നത്. ഈ മടൽ സ്റ്റമ്പ് വെച്ച് നമ്മൾ അവിടെ കളിച്ചോണ്ടിരിക്കുന്നു. ഈ വണ്ടി വരുമ്പോൾ ഈ സാധനം എടുത്ത് മാറ്റണമല്ലോ. ഈ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഹൈവേ വരുന്നതിനെക്കാട്ടും പടപടയെ വണ്ടിയാണ്. അന്ന്. പക്ഷേ ആൾക്കാരും അതിൻ്റെ അക്സെപ്റ്റാണ്. ഇപ്പം മറിച്ച് നമ്മളങ്ങനെ ഒരു റോഡ് തടഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിനകത്ത് കുറേ പ്രതിഷേധങ്ങൾ. നിന്റെ താങ്കയുടെ വകയാണോ? അതെന്തൊക്കെ ഡയലോഗ് അതൊന്നും ഇല്ല. അവർ വന്ന് സൈഡിൽ കൂടെ പോകുന്നു, അവർ എൻജോയ് ചെയ്യുന്നു. ഇപ്പം വന്ന് അതിനകത്ത് കാര്യങ്ങൾ ഞാൻ ഓർക്കാം. അന്ന് നമ്മൾ ടാർ റോഡിനകത്ത് കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ മറ്റേ 3 ഇത് പിന്നെ പറയുക സ്റ്റമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെ കുഴിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ഒരു ടെമ്പററി സാധനം വെച്ചാൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അത് ശരിയാ. കുഴി ഉണ്ടാക്കിയത് അത് ചില്ലറ സുഖേന. അന്നത്തെ കാലഘട്ടത്തിൽ ഒന്നും പ്രശ്നമല്ല. ഒരു തിട്ടിന്റെ മേളിൽ ബൗണ്ടറി വെച്ചിട്ട് ആ വരി മേളിൽ പോയി ഔട്ട്. അതൊക്കെ ഒരു കാലം മറക്കാൻ പറ്റുന്നതല്ല. അപ്പം ഞാൻ പറഞ്ഞു അതിനകത്ത് കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ആ സമയത്തെയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു 10 കൊല്ലം ഡിഫറൻസ് പുറകോട്ട് പോകണം. ഇപ്പം എന്നെ ഇപ്പോഴത്തെ വെച്ച് നോക്കും. ആ സമയത്തെ കാലഘട്ടം, ആ സമയത്ത് കുറേ ആൾക്കാരുടെ മുഖങ്ങളുണ്ട്. നമ്മൾ കളിക്കാൻ കയറുമ്പോൾ വേറെ പറമ്പിലോട്ടായിരിക്കും പോകുന്നത്. അവിടുത്തെ ഒരു ചേട്ടൻ കാണും. ഓൾമോസ്റ്റ് ആ ബോളിൽ ചെല്ലുമ്പോൾ ആ പറയുന്ന ചേട്ടന്മാർ. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പശുവിനെ കിടന്ന് ചേട്ടൻ കാണും. നമ്മൾ കരുതുന്ന റബ്ബർ തോട്ടത്തിൽ ഈ പറയുന്ന ചില്ലുണ്ടല്ലോ, റബ്ബറായിട്ടുണ്ട്, അതുവരെ നമ്മൾ കളിക്കുമ്പോൾ പോകും. അതിൻ്റെ തെറി പിറ്റേ ദിവസം കേൾക്കണം. അങ്ങനെ തൊട്ട് ഭയങ്കര അതിൻ്റെ ഒരു ഇതിനിടയ്ക്കാണ് നമ്മൾ സഫർ ചെയ്ത് കളിച്ച ആ ഒരു സന്തോഷം കണ്ടത്. അതുപോലെ തന്നെ ഈ വെക്കേഷൻ സമയം എന്ന് പറയുമ്പോൾ ഈ വലിയ വെക്കേഷൻ, ഈ ക്രിസ്മസ് വെക്കേഷൻ, അതിനകത്തൊരു മെയിൻ പരിപാടിയാണ് ഈ കൂട്ടത്തോടെ. പണ്ടൊക്കെയാണ് ചെറിയ കൂട്ടത്തോടെ കരോളിന് പോകും. അയ്യോ, കരോളിന് പോക്ക് കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നെ. അത് സത്യം പറഞ്ഞാൽ അവിടെ ഒരു ആ സമയത്തൊന്നും നമുക്ക് ഈ മത സ്പിരിറ്റ് എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല. നമ്മളെല്ലാ മതസ്ഥരും ഒത്തുകൂടി ഈ പറഞ്ഞ പരിപാടിക്ക് പോകുന്നതിനകത്ത് രാത്രി നമ്മൾ അല്ല, ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യില്ല. ഈ കരോളിന് പോകുമ്പോൾ തെറി കേട്ടിട്ടുണ്ട് അവിടെ തന്നെ. എൻ്റെ പൊന്നെ ഒന്ന് ഓർപ്പിക്കരുത്. നിലവിൽ തെറി, ഈ പറയുന്ന തെറി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാം. ഞങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാവരും കൂടി ഒരു തെറി പറയും. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇച്ചിരി എന്നാ പറയുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ള ആളുണ്ട്. അപ്പോൾ ആൾ വന്നിങ്ങനെ കയറി എവിടെ ചെന്നുമ്പോഴേക്കും ഞങ്ങൾ താഴെ ഇപ്പം നമ്മൾ ഈ പറയുന്ന ഒരു വീടുകളിൽ നിറയെ കേൾക്കും. നമ്മൾ വേറെ പാട്ടൊക്കെ ചുമ്മാ എല്ലാവരോടും കൂടി പാട്ടിക്കൊണ്ടാകും. അപ്പം ഒരു ഓർത്തഡോക്സ് വീടിൻ്റെ വാതിൽക്കോടെ നമ്മളത് വേറെ സിനിമ പാട്ടൊക്കെ പോയിട്ട് അവരെ കയറി ചെന്നപ്പോൾ അവർ നമ്മളത് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു, നിങ്ങളിതിൽ ഈ പാട്ടൊന്നും നല്ല പാടാൻ പറ്റുന്നത്. അപ്പോഴേക്കും നമ്മൾ ആ പുള്ളിക്ക് അത് ഹർട്ടായി. പുള്ളി അങ്ങോട്ട് ഇറങ്ങി ചെയ്തിട്ട് പുള്ളിയുടെ രീതിയിൽ എന്തോ ഞാനത് ഓർക്കുന്നില്ലെന്നോ എന്തോ രീതിയിലൊന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവരും അതായത് എന്തോ നീ പോടാന്ന് എന്തോ രീതിയിൽ പറഞ്ഞു. അപ്പോഴേക്കും ആ വീട്ടുകാരും ചൂടായി. ഞങ്ങൾ ഇറങ്ങി ഓടി. അന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ കോമഡി ആയിട്ട് ഞങ്ങൾ പിന്നെ ഓടി. അതിനകത്ത് ഇപ്പോഴും ഓർക്കുന്ന മറ്റേ പണ്ടത്തെ ഒരു കഥയ്ക്കകത്ത് പറയുന്ന പോലെ ലൈറ്റ് പിടിച്ചോണ്ട് ഓടിയോനെയൊക്കെ പെട്ടെന്ന് പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞ അവസ്ഥയായി. അങ്ങനെ അതൊക്കെ ഒരു ഭയങ്കര കാലഘട്ടം. എന്നിട്ട് ലാസ്റ്റ് വന്ന് കൂടി. അതുപോലെ തന്നെ മറ്റേ പടക്കം കത്തിച്ചെറിയുന്ന ഒരാൾ കാണുമല്ലോ, ഉറങ്ങി കിടക്കുന്ന. ആ പുള്ളിയാണെങ്കിൽ മറ്റേ വെട്ടം കിട്ടാൻ വേണ്ടി കൈമിട്ടേ നമ്മൾ ലാമ്പ് കത്തിച്ച് കൂടിനകത്ത് നോക്കി അത് പൊട്ടിയൊക്കെ ആവുന്നവരുണ്ട്. പറയുമ്പോൾ ചിരിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. അതുവരെ ഒത്തിരി അനുഭവം സരിയോ ഉറപ്പായിട്ടും. അതായത് ഇടയ്ക്ക് കയ്യിലെ വെട്ടം കാണാൻ അതുപോലെ ലാമ്പ് കത്തിച്ച് കൂടിനകത്തോട്ട് നോക്കുന്നു, കൂട് മൂട്ടിയിട്ട് പൊട്ടുന്നു. അതൊക്കെ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഓർക്കുമ്പോൾ നമ്മൾ ഇവനെ പറയുന്നത് ഈക്കൊരു ഇതിനു വേണ്ടി ഉണ്ടാക്കി പറഞ്ഞാൽ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ റിയാലിറ്റി ലൈഫിൽ എല്ലാവരുടെയും സംഭവം. ഇങ്ങനെ ഈ കരോള്, ഈ വലിയ വെക്കേഷൻ അതൊക്കെ റീക്രിയേറ്റ് ചെയ്ത് ഇനി സാധിക്കും. ഇപ്പോൾ ഒരു അച്ഛനായി, സ്വാഭാവികമായിട്ട് അച്ഛനായത് നമ്മൾ ലേബലൈസ് ചെയ്ത് പറയണം. കാരണം അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ മറു സൈഡ് ബാക്കിയുള്ള കൂട്ടുകാരെ നോക്കുമ്പോൾ അവരെല്ലാവരും കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ തിരിച്ചു വരാൻ സാധിക്കും. നമുക്കൊരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു 90% പറയാൻ സാധിക്കാൻ പാടാം. നമ്മുടേതായ ഒരു എന്നാ പറയുന്നത് ഒരു വേറെ ലെവലിലോട്ട് കിടന്നു. ഇപ്പം എന്താ നിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഒരു ജീവിതവും ഇതിന് കല്യാണത്തിന് മുമ്പും പറയത്തില്ലേ, എല്ലാവരും പറയും കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഒരു കല്യാണം കൂടെ പറ്റത്തില്ല. അങ്ങനെ വരാതിരിക്കുക എന്തെങ്കിലും ആട്ടെ, പറ്റത്തില്ല, ഒരു വലിയ ചതിയാ എന്നൊക്കെ പറയും. നിന്നെ സംബന്ധിച്ച് എങ്ങനെയാ? അല്ല,
കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഉത്തരം പറയണം. ഇല്ലേ ഇത് ഇച്ചിരി ആളുടാ. ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇപ്പോഴും പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഓരോ സമയത്ത് ഓരോ സ്റ്റേജുകൾ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിലൊരു ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം പണ്ടത്തെ എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ആയി നമ്മളെ നോക്കി ഒരു കുടുംബമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവരെ ഇവരെ എല്ലാം ശ്രദ്ധിക്കണം, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി, നമുക്കൊരു വിഷൻ ഉണ്ട്, അതെല്ലാം നോക്കി പോകും. അതിൻ്റെതായ നമുക്കൊരു പരിമിതികളുണ്ടാവും. എല്ലാ കാര്യവും പണ്ടത്തെ പോലെ ചാടി വെട്ടെന്ന് കൊണ്ടുവരും നമുക്ക് ഇറങ്ങാൻ പറ്റുകയില്ല. അതാണ് അതിനകത്തൊരു ഏറ്റവും വലിയ ഹാക്ട്. ഈ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടായി. ഉറപ്പായിട്ടും പരാജയങ്ങൾ സംഭവിച്ചില്ല ജീവിതം പൂർണ്ണമാകത്തില്ല. അങ്ങനെയാണ് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചതും എന്തൊക്കെയായിരിക്കും? ഭയങ്കരമായിട്ട് മനസ്സിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ തുടക്കത്തിലെ പരാജയത്തിൻ്റെ ഡേറ്റ് ഞാൻ ഇന്നും ഓർക്കുന്നു. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഭയങ്കരമായി നിനക്കൊരു അടി കിട്ടിയ ഒരു സമയം എന്തായാലും? അടി കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഏറ്റവും അടിയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചിന്തിക്കുക പറഞ്ഞാൽ നമ്മുടെ ഒരു നല്ല ടൈമിൻ്റെ വിദ്യാഭ്യാസം കുറച്ച് ഞാൻ ഉഴപ്പിക്കറിഞ്ഞ ഒരാളാണ്. അതിപ്പോഴും നമുക്കൊരു അടി അതിപ്പം തോന്നും, തിരിച്ചറിവുണ്ടാകുന്ന അടി. അതൊരു സൈഡിലെ അടി, അത് നമുക്കൊരിക്കലും തിരിച്ചു പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇതിന് ഇപ്പോഴും സമയമുണ്ട്, പക്ഷെ നമ്മുടെ സമയം അതിക്രമിച്ചു പോയി, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിപ്പോയി. രണ്ടാമത്തെ അടി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ആദ്യത്തെ പറഞ്ഞാൽ ഫസ്റ്റ് കോമഡി. നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് നമ്മുടെ ചെറിയ സേവിങ്സിനും ഇതിനും വേണ്ടി നമ്മൾ കുറച്ച് പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പരിപാടി സെറ്റ്. ഉറപ്പായിട്ട് കേട്ടറിഞ്ഞവനെയാണോ മെയിൻ അന്നത്? ആ കൊട്ടം പറ്റിച്ച് കുറച്ച് പൈസ അല്ല, അത് ഇപ്പോൾ ഇതിന് ബാക്കിയുടെ എത്ര രൂപയ്ക്ക് കേട്ടറിഞ്ഞ് നോക്കുന്നുണ്ട്? ഞാൻ ആദ്യം പോയ കാലത്ത് 230 തൊട്ട് 350 രൂപ. ഞാൻ 180 പോയിട്ടുണ്ട് ഒരു കേട്ടറിഞ്ഞ്. ആ സമയത്ത് അത് ഒരിതായ അത് ആ സമയങ്ങളിലൊക്കെ ആ ഒരു എമൗണ്ട് ഉള്ളൂ. ഇപ്പം മറിച്ച് അതൊരു ടച്ച് പോലെ ഡെയിലി 500 അല്ലെങ്കിൽ 100 രൂപ 800 രൂപയിലേക്ക് നേരത്തെ ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ ബാക്കി തുടരെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ അന്ന് കിട്ടുന്ന പൈസ സ്വരുക്കൂട്ടി നമ്മൾ അന്ന് ഈ പറഞ്ഞ കുഞ്ഞു വണ്ടികൾ, അതായത് വണ്ടി അല്ലെങ്കിൽ മൊബൈലൊക്കെ എടുത്ത് കച്ചവടം. ആ സമയത്ത് ആ കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ ചിലവ് നമുക്ക് ലോസ് വരും, നഷ്ടം വന്ന്. അന്നൊക്കെ എനിക്ക് തോന്നുന്നൊരു നമുക്കൊരു 5,000 5,000 10,000 വന്നു. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഇത്രയും പൈസ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്ന് ഓർത്തു. നമുക്കന്ന് ചിന്തിക്കുള്ളൂ. പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലായി ഇതിനിരട്ടി നമ്മൾ പിന്നെ ശ്രമിച്ചുണ്ടാകും. കച്ചവടമാകുമ്പോൾ നഷ്ടം ലാഭം ഉണ്ടാവും, ഒന്നി പോവും മറ്റേതിലുണ്ടാവും. പിന്നെ നമ്മൾ അതിൽ നിന്നൊരു തിരിച്ചറിവുണ്ടായി മുന്നോട്ട് കയറി പൊക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇതിന് നഷ്ടങ്ങൾ അങ്ങനെയും വരാം. അതുപോലെ ചില കച്ചവടങ്ങൾ സുഹൃബന്ധങ്ങളായിട്ട് നടക്കുന്നു, അത് നമുക്ക് ക്ലാഷ് ആകാം. ഒരു ചെറിയ അങ്ങനെ ഞാൻ പണ്ടൊട്ടും ഈ ഒരു ചെറിയൊരു കച്ചവടം ഞങ്ങൾ നമ്മൾ നടത്തിയിട്ട് മിണ്ടാത്ത ആൾക്കാർ ഇപ്പം കുറേ ഇതൊരു തമാശയായിട്ട് കൊണ്ട് കൂടെ ഉണ്ട്. അതൊക്കെ ഒരിക്കലും എന്താ പറയുന്നത് ഒരു ആക്കാൻ പറ്റുന്ന സംഭവമാണ്. ശരിയാ. എന്നെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഞാൻ പിന്നെ ആരെയും വെറുപ്പിക്കാനും പോകത്തില്ല. നമ്മളും ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കടന്നു വന്നവരാണ്. പ്രതിസന്ധികളാണ് എല്ലാവർക്കും കടന്നു വരുന്നാലേ നമുക്ക് തിരിച്ചറിവുണ്ടാവുള്ളൂ. തിരിച്ചറിവുകളിലൂടെയാണ് നമ്മൾ പോയിട്ടും കാര്യമുള്ളൂ. ഈ എന്താണേലും 1-ാം ക്ലാസ് തൊട്ട് മനുഷ്യനാണല്ലോ. നമ്മുടെ കുട്ടിക്കാലത്തെ പ്രണയം നിന്നെ സംബന്ധിച്ച് വേറൊരു വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, പ്രണയിച്ച പെണ്ണിനെ കെട്ടാൻ പറ്റി എന്ന് പറയുന്നത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി സക്സസ്ഫുൾ ആയത്. ഉറപ്പായിട്ടും ശരി. അതിന് വളരെ ആനന്ദം നീ കണ്ടെത്തുന്നുണ്ടായി. ഒരുപാട് ആനന്ദം ഉണ്ടെന്നൊന്നും മറുപാതെ അത് എന്തേലും ആയിക്കോട്ടെ, അതിലേക്ക്. പക്ഷേ ബേസിക്കലി എന്തായാലും പറഞ്ഞ പോലെ ഫസ്റ്റ് ലവ് ഒന്നും സക്സസ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെ ആകരുത്. അങ്ങനെ ആയാൽ മൂഞ്ചി പോകത്തേ ഉള്ളൂ. ഉറപ്പുള്ള കൺഫേമാണ്. കുഞ്ഞു പ്രായത്തിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കളിക്കൂട്ടികൾ ഈ ഫസ്റ്റ് ലവ് സക്സസ് ആയി ഞാൻ മനസ്സിലാക്കിയിട്ട് ഫസ്റ്റ് ലവിന് നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്യും. ഈ ഫസ്റ്റ് ലവ് സക്സസ് ആയി കഴിഞ്ഞാൽ ഈ സാക്രിഫൈസ് മാത്രം കാണത്തുള്ളൂ ജീവിതത്തിൽ മുന്നോട്ടും. ശരിയല്ലേ? ഇതൊന്നും ആലോചിച്ച് ശരിയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഞാൻ പ്രണയിക്കാൻ തുടങ്ങി നല്ല ആത്മാർത്ഥമായി പ്രണയിക്കാൻ തുടങ്ങി ഈ ഞായറാഴ്ചകളിൽ എനിക്ക് ഫോൺ വിളിക്കാനുള്ള അവസരം. അപ്പം ഞാനെന്താ ചെയ്ത്, ഞായറാഴ്ച എനിക്ക് കേറ്ററിംഗ് പരിപാടി എന്തെങ്കിലുമൊക്കെ പണിയാണ്, ഞാൻ ഈ പണി കളഞ്ഞ് ഫോൺ വിളിക്കാൻ. ഞാൻ എൻ്റെ ഒരു ടൈം, എനിക്ക് അവിടെ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുന്നൊരു ടൈം ഞാൻ അവിടെ വേസ്റ്റ് ചെയ്തിട്ടാണ്, അത് ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അതിനകത്തായിരുന്നു ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇത് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്ന് പോയ പണിയും പോയി, പൈസയും പോയി, പെണ്ണും. ഉറപ്പായിട്ടും നമ്മൾ ഞാൻ പറഞ്ഞത് എങ്ങനെ ഫസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഓർമ്മകൾ അതിൽ നിന്നൊക്കെ കുറേ നമ്മൾ പെട്ടെന്ന് ഇതൊന്നും റിക്കവർ കളയല്ല. ഇത് വിഷയം പറയോ, ഓർമ്മകളെന്നൊക്കെ പറഞ്ഞു പോകുന്നത് അതിൽ ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ നീണ്ടു പോകത്തില്ലേ? അല്ല, ഇപ്പോഴും ബേസിക്കലി തന്നെ പറയുന്നത് ഇപ്പോഴും പോലെ ആവില്ലെന്നും പറയാം. നമ്മൾ ഫസ്റ്റ് ക്രഷ് നമ്മൾ ഒരിക്കലും മറക്കത്തും. അത് വേറൊരു കറക്റ്റ് കാര്യം. കഴിഞ്ഞ ദിവസം 7-ാം ക്ലാസ് വെച്ചൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് യാതൊരു വിഷയമില്ല. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെ പിടിച്ചിട്ട് വന്നു, എടാ നിൻ്റെ അവളുടെ എൻഗേജ്മെൻറ്റ് കഴിക്കുന്നു. ഓഫ്, എനിക്കൊന്ന് വിഷമമായി. നല്ല രീതിക്ക് ജീവിക്കുന്നതിലല്ല സന്തോഷത്തിലുപരി. ഞാനൊരു കോമഡി പറയട്ടെ. എൻ്റെ ആദ്യത്തെ ക്രഷിൻ്റെ കൊച്ചിൻ്റെ മുഖം കാണുമ്പോൾ എനിക്കൊരു വിഷമമായി. ഇപ്പോഴും
റിവീൽ ചെയ്യും റിവീൽ കാരണം അവളുടെ കെട്ടിയവനും ചിലപ്പോ ഈ കെട്ടിയവന് ചിലപ്പോ നീ വിഷമം വരും നീ നിന്നെ കാണുമ്പോ അതാ നീ ഇപ്പൊ കാണുമ്പോ അതൊക്കെ അതൊരു കാരണത്തെ തമാശ. ഇത് ശരിയാ. വേറെ നമ്മള് പല സിനിമയിലും കാണുന്ന ഒരു സംഭവം നമ്മുടെ ആദ്യത്തെ പ്രണയത്തിന്റെ കൊച്ചൊക്കെ ആയിട്ട് വരുമ്പോ ഇങ്ങനെ നോക്കി നിന്ന് ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കൊച്ച് അവളുമായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യത്തെ പ്രണയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്താ നമ്മൾ ചിന്തിച്ചു കൂടുന്നതിനാ അവളുമായിട്ടുള്ള ജീവിതം, രണ്ട് പിള്ളേർ, കുടുംബം, ഒന്നാമത്തെ കാര്യം നമ്മളത് ബുദ്ധി അല്ലെങ്കിൽ നമുക്കൊരു ബോധം വെക്കാത്ത കാലമായത് നമ്മൾ അവനെ അന്നൊരു പ്രണയവും ഫോണും തമ്മിൽ എന്തെങ്കിലും വന്നു ഉറപ്പായിട്ടും അന്നത്തെ ആ അന്ന് നോക്കി എന്താ ഏജസിന്റെ അന്ന് മറ്റേ 1100 അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ അന്ന് 7ാം ക്ലാസ് ഞാൻ കണ്ടുപിടിക്കുന്നത് നോക്കിയ സിറ്റി ഇത് തറവാട്ടിന്റെ ബാക്കിലൊരു കിണറുണ്ട്. ആ കിണറിന്റെ സൈഡിൽ കാരണം വീട്ടുകാർ പെട്ടെന്ന് ശ്രദ്ധിക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ച് അന്ന് മറ്റേ സിം കാർഡ് ആവുന്നുണ്ട്. അതെ മറ്റേ അന്ന് എൻ്റെ സിം റിലയൻസാണ്. ഈ റിലയൻസിന് GSM എന്തോ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. മറ്റേ കാർഡ് ഇതിനകത്ത് റീചാർജ് ചെയ്ത് റീചാർജ് ആകത്തില്ല. ഇത് ചുരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ ഉപയോഗിക്കാനും പറ്റത്തില്ല. അതിനകത്തും ഒരു ഉറക്കുണ്ട് മറ്റേ 3 വരിയുള്ള മെസ്സേജ് അല്ലെങ്കിൽ അമ്മയുടെ ഫോണിലുള്ള മെസ്സേജ് തിരിച്ച് റിപ്ലൈ വെക്കരുത്. എന്റെടാ എനിക്കൊരു വിഷയം പറ്റിയെന്നു വെച്ചാൽ ഞാൻ അങ്ങോട്ട് ഉമ്മ അയച്ചു പെണ്ണിനെ. അപ്പം അങ്ങനെ ഇരിക്കെ അപ്പൻ്റെ ഫോണിൽ നിന്ന് അയച്ചു. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവളിത് കണ്ടാൻ വേണ്ടി പോകും. അവൾ ഇങ്ങോട്ട് അയച്ചു ഉമ്മ. അപ്പം വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയുക, എടാ ആ കൊച്ചെനിക്ക് കുറേ ഉമ്മ വന്നു ഞാൻ ദിവസം ഒപ്പം കിട്ടേ. എനിക്ക് അങ്ങനത്തെ കുറേ വാളിത്തരം പറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഐറ്റമാണ് തുണ്ടുപിടുത്തം. നമ്മൾക്കത് തുണ്ട് വീട്ടിൽ പിടിച്ചിട്ടുണ്ടോ? നല്ല രസമൊന്നും കേട്ടിട്ടുണ്ടോ? ഞാൻ തന്നെ ഉമ്മിച്ചിട്ടുണ്ട്. സ്ക്രീൻ ലെവലിൽ വേറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അന്നത്തെ കാലത്ത്. പക്ഷെ നമുക്ക് ഉത്തരവ് ചെയ്യാൻ ഇപ്പം പറ്റത്തില്ല. അടുത്തൊരു ചേട്ടച്ചാറുണ്ടായിരുന്നു. ചേട്ടച്ചാറ് നമ്മുടെ ചേട്ടൻ്റെ പ്രായമാണോ നമ്മൾ പുള്ളിയെ പേരൊക്കെ എടുത്താണ് വിളിക്കുന്നത്. പുള്ളി ഈ മെമ്മറി കാർഡ് കയറ്റി തന്നു. അപ്പം എനിക്കൊന്ന് ഫോണില്ലല്ലോ. ഞാൻ ഉമ്മച്ചിയുടെ ഫോണിൽ എനിക്ക് N72 ആണെന്ന് തോന്നുന്നു നോക്കിയ. ഈ മെമ്മറി കാർഡ് കെട്ടി ഈ സാധനം ഇരുന്ന് കണ്ടിട്ട് മെമ്മറി കാർഡ് വരാൻ മറന്നുപോയി. പിന്നെ റിയൽ ലൈഫിൽ മറ്റേ സംഭവിച്ചിട്ടുണ്ട്. സീരിക്ക് അത് കാസ്റ്റ് കൊടുക്കി പോകുന്നു. അയ്യോ അതെനിക്ക് സംബന്ധിച്ചു ഞാൻ അതിൻ്റെ കണ്ടിട്ടുണ്ട്. ആ DVD ഡ്രഗ് എടുത്ത് മറ്റേ ഇതും എടുത്തിട്ട് രണ്ടും കൂടെ കൂട്ടി ഷൂട്ട് ചെയ്യിപ്പിച്ചു. അത് ഊരിക്കൊണ്ട് അഴിച്ച സിറ്റുവേഷൻ ഉണ്ട് ഞാൻ. ഇതൊക്കെ റിയൽ ലൈഫിൽ ഒരു സമയത്ത് ഈ പറഞ്ഞ 90s കിഡോ അല്ലെങ്കിൽ ആ സമയത്തുള്ള ആൾക്കാരെല്ലാം അനുഭവിച്ച കാര്യം. പിന്നെ നിന്റെ ഒരു പ്രത്യേകത എനിക്ക് ശ്രദ്ധയപ്പെട്ടത് നിനക്ക് ഫാൻ വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുക. നമ്മളാകുമ്പോൾ ഫാൻ ഇല്ലെങ്കിൽ ഇല്ല അത്രേ ഉള്ളൂ. ആദ്യത്തെ 2 ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അതൊട്ട് ഓട്ടോമാറ്റിക്കലി എങ്ങിതാകും. അത് നീ റൂമിൽ ഫാൻ ഇല്ലാതെ കഥവും ജനലും തുറന്ന് എന്താ ഇന്ന് തീർക്കാൻ പറ്റുമോ? ഇന്നിപ്പം നില പറ്റിയാല ഇന്നിപ്പോൾ ഞാൻ പറയാം ഇപ്പം നമ്മുടെ അനുസരിച്ച് ഒന്നര കാര്യം പോകുന്നത് തന്നെ ഈ ഇഴജന്തങ്ങൾ കയറാൻ ജെല്ല് തുറന്നിട്ടാണ് ടെൻഷൻ. പിന്നെ അതുപോലെ ഫാൻ ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മെൻ്റലി നമ്മളിങ്ങനെ ഓർക്കും എന്തോ കുറവുണ്ട് ആ ഫാൻ കിട്ടണം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ അങ്ങനെ നിൽക്കും ചിന്തിക്കും. അതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ കുട്ടിക്കാലത്തെക്കാട്ടും നിനക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പേടികൾ തോന്നും. അതൊരു ഭയങ്കരമാണ്. ഭയപ്പാടായി മൊത്തത്തിൽ. എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കും വേണോ അല്ലെങ്കിൽ ഇതെന്താകോ. അതൊരു വലിയ നമുക്കെന്നാ പറയുന്നത് കാലഘട്ടത്തിന് മാറ്റമാണ്. ഇപ്പം കല്യാണം കഴിഞ്ഞു ഒരു കുഞ്ഞായല്ലോ കല്യാണം കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് നമുക്ക് കുറേയൊക്കെ നമ്മുടെ പഴയ ജീവിതം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കുറേയൊക്കെ മൊത്തത്തിലല്ലേ നമ്മുടെ കുഞ്ഞായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഞാൻ കഴിഞ്ഞ ദിവസം നിന്നോട് പറഞ്ഞില്ലേ കുഞ്ഞിനെ എടുത്ത് ഉറക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ ദിവസവും എനിക്ക് കാണാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടായത്? ഈ കുഞ്ഞായി കഴിയുമ്പോൾ ഇത്ര നാൾ നമ്മൾ അച്ഛനമ്മ കുടുംബം എന്ന രീതിയിൽ ഞങ്ങളൊരു വേറെ കുഞ്ഞു ഫാമിലി ആയെന്ന് തോന്നുന്നു. അതൊരു വേറെ സംഭവമാണ്. പിന്നെ നമ്മളെല്ലാവരും പറയും എടാ നിനക്കൊരു കൊച്ചാണല്ലൊക്കെ നിനക്കൊരു പേടി മനസ്സിലാകും. ഇപ്പം അവളൊരു കൈ മുട്ടിയാലേ ഇതുണ്ടായാൽ നമുക്കും വിഷമം. അപ്പം നമ്മൾ ഇത്ര നാൾ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ എന്നാ പറയുന്നത് ഉപദേശിച്ചതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ലെവൽ നമുക്കിപ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്താലും നമുക്കൊന്നോട്ടൊന്ന് ആലോചിച്ച് നമ്മൾ ചെയ്യണം. നമ്മൾ റിസ്ക് എടുക്കാൻ ഇപ്പോൾ കുറച്ചുകൂടെ മടിക്കും. നമ്മുടെ സേഫ് സോണിൽ നിന്ന് നമ്മൾ വളരെ എല്ലാവരെയും കെയർ ചെയ്ത് ഒരു എല്ലാം സ്മൂത്തായിട്ട് കൊണ്ട് നടക്കാൻ നമ്മൾ ശ്രമിക്കും കൊടുത്തു. അധികം റിസ്ക് എടുക്കാതെ അതിൻ്റേതായ രീതിയിൽ ഇപ്പം ഞാനൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് ഒരു ഫാമിലി എന്ന രീതിയിൽ. ഇപ്പം ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കടമയാണ് അത്. അപ്പോൾ അത് ഏറ്റവും മികച്ച ചെയ്യാനേ ഞാൻ ചിന്തിക്കുള്ളൂ. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ലെവലിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഈ പറയുന്ന കുടുംബജീവിതം എന്ന് പറയുമ്പം എന്നാ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനം വിശ്വാസം അതെല്ലാം ഉണ്ട്. ആ കൂട്ടത്തിൽ നമ്മളീ പറയുന്ന നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമുക്കൊരു കടമയായില്ലേ അതനുസരിച്ച് നമ്മൾ സ്മൂത്തായിട്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ചെയ്യും. അപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ കടമ റെസ്പോൺസിബിലിറ്റി ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ഇനിയിപ്പം ഈ കൂട്ടുകാർ പണ്ടൊക്കെ ആണെങ്കിൽ കൂട്ടുകാർ കൂടെ വന്നിട്ട് കല വരുന്ന സ്വഭാവം അനുഭവിച്ചിട്ടുണ്ടോ?
നമ്മൾ ഒരുമിച്ച് തോട്ടിൽ കയറാൻ പോയിട്ട് അതായത് അവൻ ഇനിഷ്യേറ്റീവ് ആയിരിക്കും നമ്മൾ പോകുന്നത്. തിരിച്ച് തല്ല് കിട്ടാൻ വേണ്ടി വീട്ടിൽ വരുമ്പോഴേക്കും ഇവൻ പറഞ്ഞിട്ട് ഇവൻ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു അവസ്ഥയുണ്ട്. അതൊരു ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ നാട്ടിൽ ഇച്ചിരി നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഒരാളായിരിക്കും ഞാൻ, അല്ലെങ്കിൽ ഞാൻ കൂടെ ഒരു ഗ്യാങ്ങിൽ നമുക്ക് ഒരാൾ കാണും. എന്ത് ഉടലി വന്നാലും ഈ ആളാണ് മെയിനായിട്ട്. അത് പോയിട്ട് പോലും കാണുന്നില്ല. ഓന്റെ പൊന്നെ അതിനൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചു. ഇപ്പോഴും ഉണ്ട്. എൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ വേറെ കല്യാണമൊക്കെ കഴിഞ്ഞ് കോളേജ് പഠിച്ചോണ്ടില്ല. അപ്പോൾ അവൻ എവിടെയെങ്കിലും പോകണ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുക, എൻ്റെ കൂടെ പോവുക. എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ വീട്ടുകാർ നമ്മളെ വിളിക്കും. ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ അതിന് എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ ഇവിടെ വള്ളി ഉണ്ടായാലും ഈ ഏരിയയിൽ കുറച്ച് പേര് കാണുമല്ലോ. അതിപ്പോൾ ഏത് ഏരിയയിലും കുറച്ച് മെയിൻ പേരുകൾ കാണും. എന്ത് വള്ളി ഉണ്ടായാലും ഇവരതിനകത്തുണ്ട്, ഇവരെ കൂട്ടേ പറയാം. നമ്മളിവിടെ നിന്ന് ആ ഏരിയയിൽ പോലും കാണത്തില്ല. അതൊക്കെ ഒരു എന്നെ പറയുന്നത് ഇപ്പോഴും ആ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ വേറൊരു കാര്യം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ വേറൊരു സംഭവം ഭയങ്കര രസം. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര രസകരമാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് കോണ്ടം പിടിക്കുക, സിഗരറ്റ് പിടിക്കുക, ആൻസ് പിടിക്കുക, കള്ള് പിടിക്കുക. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ഞാൻ ഇതൊന്നും അതിനിപ്പെടാൻ ഈ സാധനങ്ങളൊക്കെ എന്തെങ്കിലും പിടിക്കുന്നത്. ഇതിനും കൊന്നതിനെന്ന് ഈ കോണ്ട പിടിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സർക്കിൾ അറിയാമല്ലോ. ആ സർക്കിളിൽ ഒരു കൂട്ടുകാർ ഇന്നപോലെ കല്യാണം കഴിഞ്ഞ സ്വാഭാവികമായിട്ട് ഒരു വലിയ പാക്കറ്റ് കോണ്ടം മേടിച്ചു. അപ്പോൾ നമുക്കിത് കൗതുകമോ, ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതിട്ട് ഒറ്റയ്ക്ക് ചെയ്താലും വല്ലതും അന്നും പറഞ്ഞിട്ടു. അപ്പോൾ ഞാൻ അതൊന്നും നോക്കാം എന്ന് വിചാരിച്ച് ഈ സാധനം മേടിച്ചു പോയി. ഞാൻ എൻ്റെ കട്ടിലൊരു പഴയ കട്ടില, മണിയറക്കട്ടിൻ്റെ ഒരു സൈഡിലൊരു വിട്ടുണ്ട്. ആ വിത്തിൻ്റെ ബോക്സ് പോലെ തന്നെ ഇട്ട് വെച്ചു. എൻ്റെ ഉമ്മച്ചി ഒരു കാരണവശാലും അത് തുറന്നു നോക്കല്ല, ബെഡ് പൊക്കിയിട്ട് നോക്കുന്നേ അല്ല. ഞാൻ ടെൻഷൻ ഫ്രീ ആറ് പറയാം. ഞാൻ സൈഡിൽ ഇപ്പോൾ പോയി പിറ്റേ ദിവസം വന്നു ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ മറ്റേ മുട്ടായി ഒക്കെ പോയി നോക്കുന്നു. ഇപ്പോഴത്തെ പരിപാടി ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ തുറന്നു വരുന്നതല്ലേ. ഞാൻ ഇങ്ങനെ ഉമ്മച്ചി കൈ കൊട്ടു കോട്ട എന്നൊക്കെ പറഞ്ഞ അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പിന്നെ നമ്മൾ അതിനകത്ത് പിടിച്ചു നിൽക്കാൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഇതിനും എനിക്ക് ഹൈലൈറ്റ് തോന്നുന്നത് പറഞ്ഞാൽ അത് ഒരു സമയത്ത് ഞാൻ ഈ പറയുന്നത് ഞാൻ 8 അതോ ആ സമയത്ത് പഠിക്കുക. നമ്മൾ മറ്റേ ബലൂണാന്ന് പറഞ്ഞ ഈ സാധനം വീർപ്പിച്ചിട്ട് അനിയും പോയൊരു പോക്കുണ്ട്. ആ ഒരു അക്കരെടുത്തത് ഭയങ്കര ടൈറ്റുവാ. ഞങ്ങളൊരു ഫംഗ്ഷൻ ഇടയ്ക്കോ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നിൽക്കുക. ഞാൻ നോക്കിയപ്പോൾ ആണ്ട ഈ തുമ്പിന് നീണ്ടു നിൽക്കുന്ന ബലൂമിന് അതും കൂടെ ഒരുത്തിന് ഓടുന്നു. അതൊക്കെ എൻ്റെ പോലെ അന്നത്തെ കാലത്ത് എനിക്കും ക്ലിക്കായില്ല എന്താന്ന്. പക്ഷെ ആ സമയത്ത് മനസ്സിലായത് മേടിച്ച് പൊട്ടിച്ചൊക്കെ ചെയ്യാൻ. ഏതോ ഒരു കഥ ഓർക്കുന്നുണ്ട്. എന്നാൽ കഫ്പൂസ് കുടിച്ചപ്പോൾ കോണം മൊത്തം കിട്ടിയത്. നീ പറഞ്ഞല്ലേ കഥ പറഞ്ഞേ? കഥയാ ഈ പറഞ്ഞത്. മിക്കവാറും എല്ലാവരും വീട്ടിലെ സാഹചര്യമൊക്കെ തന്നെയായി കരിക്കുക. നമ്മൾ കക്കൂസ് കുളിക്കാൻ പോയിട്ടില്ല. നമുക്ക് ഇത് സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ മേ ബി ഏറ്റവും അല്ല, ഒന്നാമത് തന്നെ അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത സമയത്താണ് ഇതൊന്നൊക്കെ വലിയ അത്ഭുതം. ഇപ്പം സംബന്ധിച്ച് ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നമാണോ? ഇപ്പം എന്ത് പ്രശ്നമല്ലേ? പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ പബ്ലിക്കായിട്ട് പേരിൽ ചുമ്മാ ചുരുട്ടി ഏതിലേലും ആവശ്യ ഉപയോഗം കഴിഞ്ഞിട്ട് വലിച്ചെറിയുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇല്ല, കാണാൻ പോലും നമുക്ക് കുറച്ചൊരു ആൾക്കാർക്ക് അതിനെപ്പറ്റി അത് ശരിയാ, വഴിയിലൊന്നും കാണാനില്ല. കാരണം ഇപ്പോൾ റൂമിൽ കിടക്കും. കുറച്ചുകൂടെ സുതാര്യമായി ഇപ്പം നമ്മൾ ഇനി വന്ന യുവജനങ്ങൾക്കിടയിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന ഒരു വലിയ ഹാർട്ട് അറ്റാക്ക് വരുന്ന വാർത്തയായിരുന്നു. ഓരോ റൂമിൽ ഇനി കപ്പിൾസിന് റൂം ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊന്നും ഒരു 10 മണിക്കൂർ മാക്സിമം ആ വാർത്ത കിടന്ന് സൃഷ്ടിയുള്ളൂ. അത് കഴിയുമ്പോൾ ഓയോ റൂമില്ലേ പൂട്ടി പോകുമല്ലോ. ഉറപ്പായിട്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനം നിൽക്കുന്നതിന് തന്നെ ഒരു സൈഡിലൊരു തൂണായിട്ട് ഈ പറഞ്ഞ അൺമാരിഡ് കപ്പിളിൻ്റെ ഒരു എൻട്രി തന്നെയാണ്. അതറിയാം, അതൊരു ബിസിനസ്സുകാർ എന്നാ പറഞ്ഞ എഫക്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ടൈമിൽ ഈ ഒരു നാട്ടുകാരെ പേടിച്ച് തന്നെയൊന്നും നാട്ടിലാർ ഇത് നമ്മളൊരു പെണ്ണിനെയും കൊണ്ട് ഇപ്പോൾ എങ്ങാനും നമ്മളൊന്ന് കറങ്ങാൻ പോയത് വെച്ചോ, നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടും വീടും ആൾക്കാരും ഒന്നും ഇല്ലാത്ത കഷ്ടകാലത്തിന് മുടിയാനായിട്ട് നമ്മൾ ഈ പെണ്ണുമായിട്ട് അവിടെ കറങ്ങാൻ പോകുമ്പോൾ അവിടെ നമ്മുടെ നാട്ടിലൊരു വ്യക്തി വരും. അങ്ങനെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഉറപ്പായിട്ടുണ്ട്. അതിലുപരി നമ്മളൊരിടത്തൊരു സേഫ് ആയിട്ടൊരു 2 മിനിറ്റ് കൂടുതൽ നമുക്ക് നിന്ന് നമ്മൾ ആൾക്കാരുടെ നോട്ടം, അതിലുപരി നമ്മൾ അടിക്കുന്ന ടെൻഷൻ, അതൊരു എൻ്റെ പോലെ ഞാൻ ഓർത്തിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പം ചത്തുപോലെ ഞാൻ ഓർത്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഒരാളെ ഒന്ന് കാണാൻ ഒരു കൊതി കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു എങ്ങനെ ഒരു ഇല്ലാത്ത ബൈക്ക് ഒപ്പിച്ച് വീട്ടിൽ നിന്ന് എവിടുന്നേലും വെച്ചിട്ട് പെട്രോൾ മേടിച്ച് എങ്ങനെയും അവിടെ ഒന്ന് വന്ന് നിന്ന് ഏതാ ഈ ബൈക്ക് വിട്ടോ നമ്മൾ ഇവരുടെ മുന്നിൽ ഇച്ചിരി കാണിക്കുന്നതൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത്
ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന തുച്ഛമായ ഒരു പൈസയ്ക്ക് ഒരു മുട്ടായി മേടിച്ച് കൊടുക്കുമായിരുന്നു. ആ സമയത്ത് നമ്മൾ 2 മിനിറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ അതിൽ അറിയാവുന്ന ആരെയും ഒന്ന് പാസ് ചെയ്യണം. അപ്പം നെഞ്ചിക്കൂടെ ഒരു തീയാവോ ഒക്കെ എൻ്റെ പൊന്നെ. അതൊക്കെ അന്ന് സമയത്ത് നമ്മൾ പക്ഷേ അന്നത്തെ കാലത്ത് ഇത്ര കളങ്കമായിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന കാണിച്ചൊക്കെ നമ്മുടെ ഏറ്റവും വലിയ എന്നാ പറയുന്നത് ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അതിനുവേണ്ടി നമ്മൾ എത്ര റിസ്ക് എടുത്ത് നമ്മൾ പോകുമായിരുന്നു. ഇപ്പോഴൊക്കെ അതിനകത്ത് ആ ലെവലിലൊക്കെ മാറി ആൾക്കാർ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഒട്ടും വിട്ടുപോകാത്തൊരു കാര്യം പെരുന്നാളുകൾ, അമ്പലത്തിലെ ഉത്സവം, അതിനകത്തൊക്കെ കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മകൾ. അങ്ങനെ നോക്കുമ്പോൾ ഈ പെരുന്നാളുകൾ ഈ പറയുന്ന പോലെ നമ്മൾ ചില മുഖങ്ങൾ ചില ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാനായിരിക്കുന്ന ആളുടെ മുഖം നമ്മൾ ആൾക്കൂട്ടത്തിനിടയ്ക്ക് കാണുമ്പോൾ നമുക്കൊരു ഫീലുണ്ട്. അയ്യോ, അത് ഭയങ്കരമാണ്. നമ്മുടെ കണ്ണുകൾ ഇവരെ കാണുന്നതും എപ്പോഴും അതേ ഫീൽ കിട്ടുന്നുണ്ടോ? ഇപ്പൊ അതേ ഫീൽ കിട്ടിയ പഠനക്ക് അത് ശരി, കല്യാണം കഴിയല്ല വേറെ അതൊക്കെ കഴിപ്പറ്റി ആലോചിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ക്രഷ് അത് ഇപ്പോഴെന്ന് കണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു പഴയ ഫീലിംഗ് കിട്ടും. നമുക്ക് അങ്ങനൊന്നും പെട്ടെന്ന് പറഞ്ഞാൻ പറ്റും. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ വൈഫ് ഇറങ്ങിയാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. കാരണം നമുക്ക് ഇത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു. ഈ പറഞ്ഞതിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഊമ്പല് കിട്ടി. ഏതാന്ന് വെച്ചാൽ ഞാൻ നമ്മൾ അറിയാലോ, അവളിങ്ങനെ നടന്നു വരും. അപ്പം ഞാനിത് കാണുന്നില്ല. ഞാൻ ഫോണെ വിളിക്കൊണ്ട് ഞാൻ വേറൊരു ഇതിൽ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാനിത് പ്രതീക്ഷിക്കാതെയാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് നടന്നു വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവിടെ എന്നെ തല താത്തു. എനിക്ക് ഏതാണ്ട് പോലെ ആയിട്ട് തല താത്തിട്ട് ഞാൻ ഇവളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുക. ഇവൾക്ക് ഇങ്ങനെ നടന്നു പോകാൻ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ആരും മുമ്പിലായ ഇവക്കൊന്ന് ചിരിച്ചല്ല. ഞാൻ പറഞ്ഞു ഇതൊരു സമയം കഴിയുമ്പോൾ ഇതിലൊന്നും ഒന്നുമില്ല. ചിലപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് വേറെ കഴിക്കും. അപ്പോൾ അവരുടെ ജീവിതമായിട്ട് ചിന്തിക്കുന്ന പോകുന്നു. നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു. ഒരു ചെറു പുഞ്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും അത്രേ ഉള്ളൂ. ചില സമയങ്ങളിൽ പക്ഷേ നമ്മളെ ഒത്തിരി വിഷമിപ്പിക്കും. ചില സമയം ഞാൻ പെട്ടെന്ന് മൂഡ് ഓഫ് ആയി പോകും. അതിപ്പം നിനക്കൊരു പർട്ടിക്കുലർ ഒരു വേറെ സമയം വേറെ ഫാമിലിയൊക്കെ കഴിയുമ്പോൾ ഇതൊരു തമാശ അല്ലെങ്കിൽ ഇതൊരു ആ ലൈഫിൽ നടന്നു പോകുന്ന കാര്യങ്ങളായിട്ട് മാത്രമേ പോവുള്ളൂ. അല്ല, ഈ തമാശയുടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ റിയൽ ലൈഫിലാണല്ലോ, റിലേഷൻ്റെ കാര്യത്തില്ലേ വളരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ തമാശ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. ഇല്ല പിന്നെ രസം കാണത്തില്ല. അതുപോലെയല്ല ഈ റിലേഷനും. ഉറപ്പായിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വേണമെന്നാണ് നീ പറഞ്ഞു വരുന്നത്. അങ്ങനല്ല പറയുന്നത്. തമാശ നീ പറഞ്ഞ ഒരു തമാശ റിപ്പീറ്റ് ആയിട്ട് കേട്ടിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റുമോ? ചില സമയത്ത് ശരിയാണ്. ഇപ്പോൾ നമ്മൾ സെലിഗുവാളിലൊക്കെ തമാശ ചെയ്ത് കാണും. കൊച്ചിൻ ഹനീഫ, ഗോൾഡജി. അതും നമ്മൾ സിനിമ തിയേറ്ററിൽ പോയി കാണും. പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് തിയേറ്ററിൽ പോയി കാണുമ്പോൾ എന്താ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബുക്ക് മൈ ഷോയിൽ കൂടെ നമ്മൾ ബുക്ക് ചെയ്ത് പോകും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി തിക്ക് തിരക്ക്. ഞാൻ പ്രേമൻ 2015 ഇറങ്ങുന്ന സമയത്ത് ഞാൻ കോളേജ് പഠിക്കുന്നത് 15 16 കാലഘട്ടം. ആ സമയത്ത് ഇത് ക്യൂ നിന്ന് ക്ലാസ്സിൽ കയറാതെ പാലായി ഇത് യുവറാണി മഹാറാണി. ഇപ്പം തിയേറ്റർ പോലും ഒരു ആക്റ്റീവ് അല്ല. ആ നിന്ന സമയത്ത് കയറുന്നത് അതൊക്കെ ഫീഡ് ഭയങ്കരമാണ്. അതിനകത്ത് കയറി ഓൾമോസ്റ്റ് നല്ല തിക്കാവുന്ന ഫ്രണ്ടിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അവിടെ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഫീൽ ഇപ്പം കിട്ടുമോ? ഇപ്പം നമ്മൾ കട്ടിക്കുള്ള നമ്മൾ ഫോണിൽ നോക്കുന്നു, കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ആ പറയുന്ന സ്ലോട്ട് ബുക്ക് ചെയ്യുന്നു, കാണുന്നു. ആ ഒരു പഴയ തിക്കും തിരക്കുള്ള അതൊക്കെ ഒരു ഭയങ്കര സംഭവം. നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിലോട്ടെന്ന് പറഞ്ഞ് ഇറങ്ങി വീട്ടിൽ കിട്ടുന്നത് എന്നാ പറയുക, നമുക്ക് എക്സ്ട്രാ പൈസ ആയിട്ട് വല്ല ചിലവിന് തരുന്ന പൈസ അത് മുക്കി ക്ലാസ്സിൽ കയറാതെ ടൂർ പോകുമ്പോൾ സാധനം മേടിക്കാതെ അതുപോലെ ആ പൈസ ഈ പറയുന്ന യൂണിഫോം ഇട്ട് അത് വല പൊളി പിടിക്കുന്ന സമയമാണ്. ഈ യൂണിഫോം ഇട്ട് നമ്മൾ ക്യൂ വിലയ്ക്ക് വരാവേ വരുമ്പോൾ ഇട്ട് ആ തിയേറ്ററിൽ കയറി കാണുന്ന സുഖമൊന്നും പക്ഷെ ഇന്ന് നമ്മൾ ആ ലെവലോട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല. വേറൊരു ജീവിതത്തിലെ വേറെ രീതിയായി പോയി. ഇപ്പോൾ ഈ നാട്ടിലെ സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും ഉള്ളവരാണ്. ഇപ്പോഴും പണ്ട് ഇപ്പോൾ എന്താണെങ്കിലും എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ടുള്ള സുഹൃത്തുക്കൾ ഇന്നും സ്വാഭാവികമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. നാട്ടിലെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കൺസെപ്റ്റിൽ അവരെപ്പോഴും നമ്മളെ അതെന്ന് വെച്ചാൽ ചെറുപ്പക്കാരായിട്ട് ചില സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്യാങ് എന്ത് അപരാധം ചെയ്യാൻ പോകാൻ കഥയ്ക്ക് കൊടുക്കാം. ശരിയല്ലേ? ഉറപ്പായിട്ടും അവരെ നമുക്കത് ആ കൂടെ എപ്പോഴും നമുക്ക് എപ്പോൾ ചെന്നാലും അവർ നമ്മളോട് തന്നെ കാണും. പക്ഷേ ഞാൻ പറഞ്ഞ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പം ജീവിത സാഹചര്യങ്ങൾ അവർക്കും വേറെ സിറ്റുവേഷനോട് മാറേണ്ടി വന്നാലും മാറിപ്പോകുന്നുണ്ട്. അത് ഇപ്പോഴും നമ്മൾ ചെന്നാലും നമ്മൾ തിരിച്ചു വന്ന് ഇപ്പോൾ ഒരു നമ്മളൊക്കെ പണ്ടത്തെ പറയാം നമുക്ക് എപ്പോഴും ഇരിക്കുന്ന ഒരു സ്ഥലം കാണാം സ്ഥിരം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം വിളിച്ചാലും അവന്മാർ കൂടെ നമ്മളോട് കാണും. അതുപോലെ തന്നെ ഈ സുഹൃത്തുക്കൾ വള്ളി പിടിച്ചു തന്നിട്ടുണ്ട്. അതോ വള്ളി നമ്മൾ പിടിച്ചു കൊടുത്തു? നമ്മൾ വള്ളി പിടിച്ച് കൊടുക്കാനാണ് പതിവ്. അല്ലാതെ എനിക്ക് പിടിച്ച് കിട്ടിയത് വളരെ ഞാൻ പിടിച്ച് കൊടുക്കാനാണ് പതിവ്. ഒരു തവണ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പം എനിക്ക് കുറേ എന്നെ സംബന്ധിച്ച് ഈ
കൂട്ടുകാർക്കിടയിൽ കൂടുമ്പോൾ എനിക്ക് എന്നാകെ ഒരു ചമ്മല് കിട്ടുന്ന ഐറ്റങ്ങൾ പറ്റും. ഒരനുഭവം എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ 10ാം ക്ലാസ് പഠിച്ചിരുന്നപ്പോൾ ബാഹുബലി ആ ടൈം ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിലേക്ക് വരുന്ന വഴിയാണ് കാഞ്ഞിരപ്പള്ളി. അപ്പോൾ അവിടെ ഒരു കപ്പ വയ്ക്കുന്ന ഒരു അണ്ണനാണ്. കപ്പ എന്തോ വയ്ക്കുക. അപ്പോൾ പുള്ളി പോസ്റ്റർ ഒട്ടിക്കുന്നു. അപ്പോൾ പുള്ളി പോസ്റ്റർ ഒട്ടിച്ചു. അപ്പോൾ ബാഹുബലിയിലെ ആ നദിയുടെ തപന്നയുടെ ഇവിടെ ഞാൻ പറഞ്ഞ ചേട്ടാ ഇവിടെ കൂടെ ഒട്ടിക്കാം. അന്നത്തെ കാലത്ത് പക്ഷെ കുഴവി നിറച്ച് പിള്ളേരും. ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് അങ്ങ് നടക്കി. ആ പുള്ളി വാടാ നിന്റെ ഇവിടെ ഞാൻ ഒട്ടിച്ചേരാം. അത് എൻ്റെ പൊന്നടാ ഞാൻ ആകെ ഇല്ലാണ്ടായിപ്പോയി. ഞാൻ പിന്നെ പുള്ളി കാണുമ്പോൾ എനിക്ക് പേടിയായി. പിന്നെ എനിക്കൊരു സംഭവിച്ചു. ഒരു കൂട്ടുകാരനെ ഇട്ട് ഓടിച്ചു സ്കൂൾ മൊത്തം. അപ്പം ഞാൻ തിരിച്ചു പോകാനായിട്ട് ഓടിച്ചു. പിന്നെ ഇവനെല്ലാം ഓടിച്ചിട്ട് മഴ പെയ്ത് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അവിടുത്തെ +1 അഡ്മിഷനിൽ ഒരു നല്ല കുറേ പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാം ഉള്ള സമയം. അവരെല്ലാം വിട്ട സമയം. ഇവനെന്നെ ഓടിച്ചു. എൻ്റെ ചെരുപ്പ് തെന്നിപ്പോയി. ഞാൻ അവിടെ അടിച്ചും കെട്ടി നോക്കും. ഈ വെള്ളത്തിൽ അടിച്ചും കെട്ടി ഞാൻ പിന്നെ എഴുതാൻ അടിച്ചെടുക്കും. ഞാൻ എന്നിട്ട് അവിടെ ഇങ്ങനെ ചിരിക്കോ വെള്ളം ചെയ്യാൻ പറ്റി. അങ്ങനെ പിന്നെ ഒരു തവണ ഇങ്ങനെ ഒരു അനുഭവം കൂട്ടുകാരോടെ പോയപ്പോൾ ഒരു അനുഭവം മറക്കാൻ പറ്റാത്തതെന്ന് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ ബിസ്മിയാണോ മച്ചാസോ ഏതാണെന്ന് അറിയത്തില്ല. ഞാനൊരു സ്റ്റൂളെ കയറി ഈ സ്റ്റൂൾ ഒടിച്ച് ഓടി. അങ്ങനത്തെ അവസ്ഥ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ പെട്ടെന്ന് ചമ്മി പോകുന്നത് അത് ഈ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോഴാണ്. ഈ മൈരന്മാരാണ് ഇതിൻ്റെ വിഷയം. ഇതിട്ട് നമ്മളെ പിന്നീട് തകർത്ത് കളയുന്നില്ല, നമ്മൾ ഇല്ലാതായിട്ട്. അന്ന് വീണത് അത്ര ചമ്മലല്ലേലും കമ്പനി കൂടുമ്പോൾ ഇവന്മാരെല്ലാം നമ്മളെ അടപ്പിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ ഇപ്പൊ അവന്മാരെല്ലാം കുറച്ച് ലെവലായി കഴിയുമ്പോൾ ഇതൊക്കെ തമാശയായിട്ട് പറയാം. എപ്പോഴും ഊക്കും തൊട്ടടാ അത്. അക്കാട് ഇതിലെ ഹൈലൈറ്റ് ഇതൊന്നും മാഞ്ഞു പോകുന്നില്ല. അന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സ്പോട്ടിലുള്ള സാധനങ്ങൾ. പിന്നെ അത് ഇപ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പറയാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ഉറക്കമായിട്ടോ ഉറക്കുമ്പോൾ തന്നെ പേടിയോ. പ്രൈവസി കുറച്ച് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കീപ്പ് ചെയ്ത് പ്രൈവസിയിലല്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് വയ്യ തലയിട്ടോ. അങ്ങനെ എന്തായാലും നിന്റെ ജീവിതത്തിൽ നിനക്ക് അങ്ങനെ എന്താ ചമ്മിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും ചമ്മയല്ല കൂട്ടുകാർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം അന്ന് നടന്നു. അത് പിന്നെ ഊക്കായിട്ട് കമ്പനി കൂടുമ്പോൾ പറഞ്ഞിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഓർക്കാനില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളിനകത്ത് ഇത് എന്തായാലും ഇങ്ങനെ സംഭവം അല്ല അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് നിന്റെ ജീവിതത്തിൽ ഇന്നേരം ഉണ്ടായിട്ട് അതൊക്കെ അവിശ്വസിക്കുന്നു. അല്ല ഉണ്ട് ഇല്ലെന്നല്ല. ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഓർക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളെ മൂടി കയറി പോകുന്നത്. അപ്പം ഒരു തവണ മറ്റേ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഇവിടെ ടൂർ പോവാ. സുബീഷ് സ്കൂളാണ്. അപ്പം നമ്മൾ മറ്റേ ഇൻസൈഡൊക്കെ ചെയ്ത് പോവാടാ. മറ്റേ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൻ്റെ അവിടുന്ന് ഷിപ്പിൽ പോവുക. കടലിലോട്ടാണ് പോവുക. അപ്പോൾ എനിക്ക് ഒരു വിഷയം നിന്ന് എല്ലാവരും ഷിപ്പിൻ്റെ മേളിൽ വന്നു. ഡാൻസ് പാട്ടിട്ട് തുള്ളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്നത്തെ പാൻ്റാണല്ലോ മറ്റേ അറിയാമല്ലോ മുമ്പ് തന്നെ എങ്ങനെയാണ് എന്തോ ഒരു സ്റ്റെപ്പ് ഇട്ടു. ഇവിടെ അതായത് നമ്മുടെ മുഖത്തെ പുറകിലേക്ക് ഇങ്ങനെ പോയി. എന്നിട്ട് പെട്ടെന്ന് എൻ്റെ ഹിന്ദി സാറാന്ന് തോന്നുന്നു. എന്തോ സാറ് വന്നിട്ട് സാറിൻ്റെ കയ്യിൽ ഒരു ടർക്കി ഉണ്ടായിരുന്നു. ഞാൻ ഈ ടർക്കി കെട്ടിയിട്ടാണ് ടൂറ് കംപ്ലീറ്റ് ചെയ്ത്. എനിക്കങ്ങനെ തോന്നുന്നു ഈ സമയത്ത് എൻ്റെ പറയുന്നത് എൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഭയങ്കര അവസ്ഥയാണ്. ആ സമയത്ത് നമ്മൾ ഇട്ട അണ്ടർവെയറിന് ഓട്ടമുണ്ട അവസ്ഥയോ. അത് ഭയങ്കര ഹൈലൈറ്റ് ഇതായിരുന്നു. എന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് വരാൻ പറ്റിയിട്ട് ഞാൻ തൊട്ടിപ്പുറമായിട്ടുള്ളൊരു വീട്ടിൽ പോയി. അവിടെ പറയുന്ന ഒരു നമ്മുടെ ബന്ധുക്കാരുടെ വീട് തന്നെ. അവിടുത്തെ ഒരു ചേച്ചിയുടെ പാൻറ്റിട്ട് സ്കൂളിൽ വന്ന് കയറി അവസ്ഥയുണ്ട്. അത് ഇന്നും വല്ലാത്ത അവസ്ഥ. ഇത് പിന്നെ ഒരു അനുഭവം ഇങ്ങനെ മൂടുകീറുള്ള അനുഭവം ഉണ്ടായത് എപ്പോഴാണെന്ന് വെച്ചാൽ എന്തോ ശാസ്ത്രോത്സവം 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിച്ചപ്പോൾ ശാസ്ത്രോത്സവം നടക്കുക കോട്ടയത്ത്. ഒരു ഭ്രാന്തൻ്റെ വേഷമായി മണ്ണെന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു. ആ ഭ്രാന്തൻ്റെ വേഷത്തിൽ ഞാൻ എന്നെ അടുത്തുനിന്ന് യൂണിഫോം പാൻറ്റ് പെട്ടെന്ന് കയറി. എല്ലാം യൂണിഫോം പാൻറ്റിലായിരുന്നു. ചതിക്കപ്പെട്ടതെല്ലാം യൂണിഫോം പാൻറ്റ്. ഞാൻ ഈ സ്റ്റേജിലോട്ട് ഫസ്റ്റിന് വന്ന് നേരെ സ്റ്റേജിലോട്ട് വന്ന് വീണ് ഇങ്ങനെ ഉരുളുന്ന സീൻ. ഈ ഒറ്റ ഉരുളിൽ തന്നെ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാൻറ്റ് പാവാടേ എന്താ ചെയ്യാൻ പറ്റും. അത് വേണേൽ പറഞ്ഞ് മുന്നോട്ട് നീങ്ങിപ്പോയി തന്നെ. മുന്നോട്ട് നീങ്ങിപ്പോയോ പിന്നോട്ട് പോയോ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അടവ് വെച്ചു. നമുക്ക് പിന്നെ കളിക്കാറിയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അന്നൊക്കെ അതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. കുറേ കാര്യങ്ങളോട് കീറുന്നത്. പിന്നെ അതുപോലെ തന്നെ എവിടെയെങ്കിലും ഇങ്ങനെ പോയി ഇങ്ങനെ നമ്മൾ വലിയ ഏതെങ്കിലും വേദിയിലേക്ക് അതുപോലെ ഈ നമ്മൾ +2 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റർ ലൈഫ് നമ്മൾ ചെറിയ രീതിയിൽ ലിക്കർ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നത്. ഒരു ബിയർ ഞങ്ങൾ 5 പേര് കുടിച്ചിട്ട്
അത് ഭയങ്കര ബോസായെന്ന് അവനവൻ തന്നെ അഭിനയിക്കുന്നൊരു സമയമാണ്. ഒരു ചെറിയ സിപ്പായിരിക്കും അടിക്കുന്നത്, അത് വലിയ സംഭവമായിട്ട് രീതിയില്ലേ. അത് ആ ഒരു ബിയർ കൊണ്ടുവരുന്നതാണെന്ന് അവന്റെ രാജാവിന്റെ പദവി. അതെ മറ്റേ ഏതിനകത്തായിരുന്നു ഇത് മറ്റേ കൊച്ചി ചോട്ടാമുംബൈക്ക് അതുണ്ട് മറ്റേ വിനീത് ശ്രീനിവാസന്റെയും ഒക്കെ ഒരു പടം ഉണ്ടല്ലോ. സിനിമയുടെ പേര് ഓർമ്മ. പിന്നെ മറ്റേ സൽസമുക്ക് ആ ഒരു സീനില്ലേ, മറ്റേ അവരവിടെ കുറെ നാൾ അടിയായിരുന്നിട്ട് ഈ സാധനം കൊണ്ടുവന്ന് അയ്യോ അത് ഭയങ്കര ഹൈലൈറ്റ്. അതായത് നമ്മൾ ഈ കള്ളടിച്ച് ഈ നമ്മൾ വീട്ടിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നേരെ അമ്മയോട് കഥ തുറക്കാൻ നമ്മൾ പറയുന്നു, നേരെ മുറ്റത്തിൻ്റെ മൂലയ്ക്ക് പോകുന്നു, മൂത്രം ഒഴിക്കാൻ ഇരിക്കുന്നു. ഈ മൂത്രം പോയിക്കല മൂത്രം തീരും, പക്ഷേ അമ്മ ഒന്ന് അവിടെ നിന്ന് കയറിപ്പോയാലല്ലേ നേരെ എസ്കേപ്പ് ആകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? അല്ല, അതൊരു സ്വാഭാവികം. ഇനിയിപ്പോൾ എന്നെ വിളിക്കുമായിരിക്കും. അല്ല, ഈ പറയുന്ന ഇത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പറ്റിയ അതൊരു കോമഡി ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ ഇതുപോലെ എന്തോ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് കഴിച്ചു. ആള് വെച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ നല്ലപോലെ കഴിച്ച് വന്ന് കയറി. ആ സമയത്ത് ഡോറാണ് അടഞ്ഞില്ല. ഞാൻ കയറി വന്ന് രാത്രി വന്ന് കിടന്ന് ഞാൻ കറങ്ങി ഓർമ്മ വേണ്ടി. ഞാൻ പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കിടന്നതിനകത്ത് തന്നെ ആൾ വെച്ച് നിരന്ന കിടക്കുന്നത്. അന്ന് വീട്ടുകാരറിയാതിരിക്കാൻ വേണ്ടി ഞാൻ രാത്രിക്ക് രായ്മാനം അതെല്ലാം കഴുകി തിരിച്ച് റൂമിൽ വെളിയിൽ ഇറങ്ങി ഇതെല്ലാം കൂട്ടി വാരിക്കൊണ്ടേ വെച്ച് അവിടെ നിന്ന് കഴുകി എല്ലാം ക്ലിയർ ആക്കിയിട്ടു. രാവിലെ ഞാൻ ഒന്നും അറിയരുത്, ഒരു അബദ്ധം പറ്റി. ഇത് കഴുകിയ പൈപ്പിനടിയിട്ട് ഇതെല്ലാം വേസ്റ്റ് പോയി. അതായത് കഴിച്ചപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് കൊണ്ടുപോയി കൈയിട്ട് തിരുമ്മി കഴുകി, അതായത് വെളിയിലെ ഔട്ട്ഡോർ പൈപ്പിനെ അവിടെ കിടമ്പുണ്ടായിരുന്നു. അതേ പിടുത്തം വന്നു. അത് പിന്നെ ഭയങ്കര പ്രശ്നമായി. പിന്നെ അതൊക്കെ പറയുമ്പോൾ പിന്നെ ഒരു തമാശയായിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ കുറേ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ജീവിതാനുഭവം വല്ലാത്തൊരു അനുഭവം ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറത്തെ ഗ്യാങ്ങിൻ്റെ കൂടെയുള്ള വെള്ളമടി. എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഇത് ഇപ്പം നിന്റെ അനുഭവങ്ങൾ ഇതിലും കുറേയൊക്കെ റിവീൽ ചെയ്യാൻ പറ്റാത്തതുണ്ട്. പക്ഷേ അത് റിവീൽ ചെയ്യാൻ പറ്റുന്ന നിന്റെ കൂട്ടത്തിൽ തന്നെ വേറൊരുത്തരുണ്ട്. അയ്യോ, ഒന്നും പറയാനില്ല. നമുക്ക് അവനെ കൂടെ വിളിച്ചിരുത്തിയിട്ട് നിന്റെ ഒക്കെ ജീവിതാനുഭവങ്ങളിലേക്ക് കിടക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ അവനെ വിളിച്ചിരുന്നു കുറച്ചുകൂടെ, കാരണം അവന് കുറെ ഊമ്പല് കിട്ടിയ ഒരാള്. അവന് കാരണം കുറെ നാൾ നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ടാണല്ലോ ഈ ഗ്യാങ് ഇങ്ങനെ വികസിക്കുന്നു. അവന്റെ ജീവിതം എനിക്ക് തോന്നുന്നു നമ്മൾ കൊടുങ്ങൂര് അവർ പടിയുള്ളത് നമ്മൾ എന്തുമാത്രം ഊക്കിയിട്ടൊന്നും കയ്യിൽ കിടക്കില്ല. എന്നിട്ട് പൊന്നെ അവൻ ഒരു രക്ഷയില്ലാത്ത ആളായിരുന്നു. ഇപ്പം പക്ഷേ കുറച്ചുകൂടെ എന്നാ പറയുന്നത്, നല്ല കുട്ടിയായിട്ട് അഭിനയിച്ചുകൂടെ ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് അവനെ കൂടെ വിളിക്കാം. ഓക്കെ ഓക്കെ, അവനെ കൂടെ കാണാം.